നമസ്കാരം. ഈ നക്ഷത്ര ജാതകരുടെ ഫലമറിഞ്ഞാൽ ഒരുപക്ഷെ ഇവരുടെ ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ നടക്കുമോ എന്ന് പോലും ചിന്തിച്ചു പോകും. ഇവർ ദിവസവും വീട്ടിൽ നിലവിളക്ക് കത്തിച്ചാൽ സകല ദുരിതവും മാറിക്കിട്ടും. എല്ലാ മനുഷ്യർക്കും ഭാഗ്യങ്ങളും നിർഭാഗ്യങ്ങളും പലപ്പോഴും കൂടെയുണ്ടാകും. പക്ഷേ ഇവരുടെ പ്രാർത്ഥന, ഇവരുടെ നന്മകൾ, ഇവരുടെ മനസ്സിൻ്റെ വിശാലത ഇവയൊക്കെയാകാം ഇവരിൽ ഇത്രയധികം ദൈവീക ചൈതന്യം വന്നു നിറയുന്നത്. ഇവർ ദിവസവും തിരി തെളിയിക്കുക, വീട്ടിൽ പ്രാർത്ഥന നടത്തുക, നല്ല അനുഭവങ്ങൾ വന്നു നിറയുന്നതായി കാണുവാൻ സാധിക്കും. അത്രയധികം ഭാഗ്യവും അത്രയധികം നേട്ടവുമുള്ള നക്ഷത്രജാതകരാണ് ഇവർ. ഈ പറയുന്ന 7 നക്ഷത്രജാതകർക്ക് ഏറ്റവും വലിയ ഭാഗ്യാനുഭവങ്ങൾ വന്നു ചേരുന്ന സമയം, ജീവിതത്തിലെ സകല കഷ്ടപ്പാടുകളും മാറി ഒരുപാട് നേട്ടത്തിലേക്കും ഭാഗ്യാനുഭവത്തിലേക്കും വന്നു ചേരുന്ന സമയം. ഇത് നിങ്ങൾ കുറിച്ചു വച്ചോ. നിങ്ങളുടെ ജീവിതത്തിൽ ചില സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ പോവുകയാണ്. നിങ്ങൾ ആഗ്രഹിച്ച ചില കാര്യങ്ങൾ നിങ്ങൾക്ക് നേടിയെടുക്കാൻ കഴിയുന്ന സമയമാണ്. അതെന്ത് തന്നെയാണെങ്കിലും അതൊക്കെ നടന്നു തന്നെ കിട്ടും. എത്ര വലിയ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു സമയമാണെങ്കിലും അതിൽ നിന്നുമൊക്കെ ഒരു മോചനം ലഭിച്ച് ഏറ്റവും അധികം ഭാഗ്യത്തിലേക്കും നേട്ടത്തിലേക്കും സർവൈശ്വര്യത്തിലേക്കും 7 നക്ഷത്രജാതകർ എത്തിച്ചേരുന്നു. ഇവരുടെ ദാരിദ്ര്യം അവസാനിക്കുന്നു. ഇവരുടെ കടങ്ങളൊക്കെ മാറുന്നു. ഇവർ ആഗ്രഹിച്ച ഒരു ജീവിതം ഈ നക്ഷത്രജാതകർക്ക് ലഭിക്കാൻ പോവുകയാണ്. അത്രയധികം ഭാഗ്യത്തിലേക്ക്, അത്രയധികം നേട്ടത്തിലേക്കാണ് ഇവർ എത്തുന്നത്. നമുക്കറിയാം, ചില വഴിപാടുകൾ അച്ചട്ടാണ്. ചില വഴിപാടുകൾ ചെയ്താൽ നമ്മുടെ ജീവിതം പാടെ മാറുന്നതായി കാണുവാൻ സാധിക്കും. പെട്ടെന്ന് തന്നെ റിസൾട്ട് കിട്ടുന്ന ഒരുപാട് വഴിപാടുകളുണ്ട്. ആ വഴിപാടുകളൊക്കെ നമ്മളിൽ പലരും ചെയ്ത് നല്ല അനുഭവങ്ങൾ നേടിയിട്ടുണ്ട്. ഇവിടെ നിങ്ങളെ സംബന്ധിച്ച് ഏറ്റവും നല്ല, ഏറ്റവും ബെറ്ററായ ഒരു VIP പോലെ കഴിയാൻ കഴിയുന്ന സമയമാണ്. ഈ ഒരു സമയത്ത് നിങ്ങൾ എന്ത് പ്രവൃത്തിയിൽ ഏർപ്പെടുന്നോ അതിലൊക്കെ വിജയം നേടാൻ നിങ്ങൾക്ക് കഴിയും. ഒരുപക്ഷെ നിങ്ങളുടെ കടങ്ങളൊക്കെ മാറിക്കിട്ടാം. അതല്ലെങ്കിൽ നിങ്ങൾക്കൊരു ലോട്ടറി ഭാഗ്യം വന്നു ചേരാം. അതല്ലെങ്കിൽ നിങ്ങൾക്ക് വിദേശ രാജ്യത്തേക്ക് പോകാനുള്ളൊരു ഭാഗ്യം വന്നു ചേരാം. ചിലർക്കൊക്കെ പലവിധ തടസ്സങ്ങൾ വന്നു ചേരുന്നതായി കാണുവാൻ സാധിക്കും. കാലങ്ങളായി വിദേശ രാജ്യത്തേക്ക് പോകാൻ ശ്രമിച്ചിട്ട് നടക്കാതെ വരിക, ഒരു നല്ല കാര്യം ജീവിതത്തിൽ സംഭവിക്കാതിരിക്കുക, തടസ്സങ്ങൾ ഒന്നിനുമേൽ ഒന്നായി ദിവസവും കൂടിക്കൊണ്ടിരിക്കുക, അങ്ങനെ പല വിധത്തിലുള്ള ദൗർഭാഗ്യങ്ങൾ വന്നു ചേരാറുണ്ട്. അപ്പോൾ ചില വഴിപാടുകൾ, ചില നേർച്ചകൾ നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കും. അത് വിശ്വാസമുള്ളവർക്കറിയാം. വിശ്വാസമില്ലാത്തവർ എപ്പോഴും അതിനെ വിമർശിച്ചുകൊണ്ടേയിരിക്കും, അതൊന്നും നടക്കില്ല എന്ന് പറഞ്ഞ്. പക്ഷേ ഇവരെ സംബന്ധിച്ച് ഏറ്റവും അനുകൂലമായൊരു സമയത്തിലേക്കാണ് വന്നെത്തിയിരിക്കുന്നത്. ഇവർ അനുഭവിക്കുന്ന ദുരിത ദുഃഖങ്ങൾക്കൊക്കെയും ഒരു ആശ്വാസം വന്നുകൊണ്ട് ഈ നക്ഷത്രജാതകർ രക്ഷപ്പെടുക തന്നെ ചെയ്യും. അടുത്തുള്ള ഭഗവതി ക്ഷേത്രത്തിലൊക്കെ ദർശനം നടത്തുക. ഭഗവതി ക്ഷേത്രത്തിൽ ദർശനം നടത്തി വഴിപാടുകളൊക്കെ സമർപ്പിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് നേട്ടത്തിനും ഭാഗ്യത്തിനുമൊക്കെ കാരണമാകും. ക്ഷേത്ര ദർശനം നടത്തുമ്പോൾ ഒരു താമരപ്പൂവ് ക്ഷേത്രത്തിൽ സമർപ്പിക്കുന്നതൊക്കെ ഒരുപാട് ഭാഗ്യാനുഭവങ്ങൾ വന്നു ചേരാൻ കാരണമാകും. എല്ലാ രീതിയിലും നേട്ടമാകും, എല്ലാ രീതിയിലും ഭാഗ്യമാകും ഇനി വന്നു ചേരുക. ഇഷ്ടദൈവത്തിൻ്റെ മുന്നിൽ മാസത്തിൽ ഒരു തവണയെങ്കിലും പ്രാർത്ഥന നടത്തുക. അതൊക്കെ ജീവിതത്തിൽ ഒരുപാട് മാറ്റത്തിന്, ഭാഗ്യത്തിന്, ഉയർച്ചയ്ക്ക് കാരണമാകുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ ഇതുവരെ അനുഭവിച്ച എല്ലാ ദുരിത ദുഃഖങ്ങളും മാറി രക്ഷപ്പെടാൻ ഇനി നിങ്ങൾക്ക് കഴിയും. ഈ 7 നക്ഷത്രജാതകരെ സംബന്ധിച്ച് ഏറ്റവും അധികം ഭാഗ്യമാണ്, ഏറ്റവും അധികം നേട്ടമാണ്. ഈ ഒരു ഭാഗ്യാനുഭവം ഇവർക്ക് കുറഞ്ഞത് ഒരു 28 ദിവസത്തിനകം ഇവർക്ക് ഇവരുടെ ജീവിതത്തിൽ പ്രാബല്യത്തിൽ വരും. ആ നക്ഷത്രജാതകരിൽ ആദ്യത്തെ നക്ഷത്രം കാർത്തിക നക്ഷത്രമാണ്. കാർത്തികയ്ക്ക് ഇത് ഭാഗ്യത്തിൻ്റെയും നേട്ടത്തിൻ്റെയും സൗഭാഗ്യത്തിൻ്റെയും സമയമാണ്. എല്ലാ ദിവസവും ഒരു തിരിയിട്ട് വിളക്ക് കത്തിച്ച് പ്രാർത്ഥന നടത്തുക. തീർച്ചയായും വലിയ ഫലം കിട്ടും. ദൈവവിശ്വാസത്തോടുകൂടി നിങ്ങൾ മുന്നോട്ട് പോവുക. തീർച്ചയായും നിങ്ങൾക്ക് വരാനിരിക്കുന്ന നാളുകൾ വളരെയേറെ സൗഭാഗ്യത്തിൻ്റേതാണ്, വളരെയധികം നേട്ടത്തിൻ്റേതാണ്. അതുപോലെ തന്നെ വിനായക ചതുർത്ഥി പൂജ ചെയ്യണം. ഭർത്താവിന് വഴിപാടുകൾ ചെയ്യണം. ലളിത സഹസ്രനാമം കേൾക്കുക, ലക്ഷ്മി സഹസ്രനാമം കേൾക്കുക, ഭജിക്കുക. ഇതൊക്കെ ജീവിതത്തിൽ ഒരുപാട് നേട്ടത്തിനും ഭാഗ്യത്തിനും ഉയർച്ചയ്ക്കും കാരണമാകും.
കാർത്തിക നക്ഷത്ര ജാതകരുടെ ഏറ്റവും നല്ല സമയത്തിലേക്കാണ് കടക്കുന്നത്. ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ അവസാനിച്ച് ഒരുപാട് നേട്ടവും ഭാഗ്യവും ഉയർച്ചയും ഒക്കെ വന്നു ചേരുന്ന സമയമാണ്. രണ്ടാമത്തെ നക്ഷത്രം എന്ന് പറയുന്നത് രോഹിണി നക്ഷത്രമാണ്. രോഹിണിക്കും ഇത് ഭാഗ്യാനുഭവങ്ങളുടെ സമയമാണ്. നിങ്ങൾ ഏത് പ്രശ്നത്തിലാണോ ഇപ്പോൾ ഏറ്റവും അധികം വിഷമിക്കുന്നത്, ആ പ്രശ്നത്തിനൊരു പരിഹാരം കണ്ടെത്താൻ നിങ്ങൾക്ക് സാധ്യമാകുന്നു. നിങ്ങളുടെ ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ മാറി നിങ്ങൾക്ക് രക്ഷപ്പെടാൻ സാധിക്കുന്നു. ഭാഗ്യാനുഭവങ്ങൾ ഒന്നിനുമേൽ ഒന്നായി നിങ്ങൾക്കിനി വന്നു ചേരും. നിങ്ങളുടെ ആഗ്രഹങ്ങളൊക്കെ സഫലമാകും. ആശിച്ച കാര്യങ്ങളൊക്കെ നിറവേറുന്ന സമയമാണ്. രോഹിണിയുടെ ഏറ്റവും നല്ല സമയത്തിലേക്കാണ് രോഹിണി നക്ഷത്ര ജാതകർ കടന്നെത്തിയിരിക്കുന്നത്. ഭാഗ്യാനുഭവങ്ങൾ വന്നു ചേരും. ആശിച്ചതൊക്കെ ലഭിക്കാൻ നിങ്ങൾക്ക് അധികം സമയം വേണ്ടിവരില്ല. ഭാഗ്യാനുഭവമാണ്. പാവങ്ങളൊക്കെ മാറിക്കിട്ടും. വീട്ടിൽ നല്ലതുകൾ കിട്ടും. മനസ്സമാധാനം വന്നു ചേരും. ധാരാളം ധനം വന്നു ചേരും. സന്താനങ്ങൾക്ക് നേട്ടമൊക്കെ വന്നു ചേരുന്ന സമയം. മൂന്നാമത്തെ നക്ഷത്രം മകം നക്ഷത്രമാണ്. മകം നക്ഷത്ര ജാതകർക്ക് ഒരു ലോട്ടറി ഭാഗ്യം കാണുന്നുണ്ട്. നിങ്ങളുടെ കടങ്ങളൊക്കെ മാറി ഒരുപാട് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും ഉയർച്ചയിലേക്കും മകം നക്ഷത്ര ജാതകർ എത്തും. നാളെ പ്രത്യേക പൂജയുണ്ട്. ആ പൂജയിൽ നിങ്ങളെ പങ്കെടുപ്പിക്കും. പേരും ജന്മനക്ഷത്രവും കമൻറ്റ് ബോക്സിൽ ഒന്ന് കുറിക്കാൻ മറക്കരുത്. മകത്തിനൊരു നല്ല കാര്യം സംഭവിക്കാൻ പോവുകയാണ്. കാലങ്ങളായി ഇവർ മനസ്സിൽ സൂക്ഷിച്ച ആ ഒരു നന്മ ഇവരുടെ ജീവിതത്തിൽ നടക്കാൻ പോകുന്നു. മകത്തിൻ്റെ ഏറ്റവും ബെറ്ററായ സമയമാണ്. ഒരുപാട് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും ഉയർച്ചയിലേക്കും മകം നക്ഷത്ര ജാതകർ എത്തിച്ചേരും. ഇനി നിങ്ങളെ സംബന്ധിച്ച് ഭാഗ്യാനുഭവമാണ്. നേട്ടത്തിൻ്റെ സമയമാണ്. അതീവ സമ്പൽ സമൃദ്ധിയുടെ സമയമാണ്. ആശകളൊക്കെ നിറവേറുന്ന സമയം. സൂര്യാസ്തമയത്തിൽ ശിവഭഗവാനെ ഭജിക്കുക. അതൊക്കെ ജീവിതത്തിൽ ഒരുപാട് നേട്ടത്തിനും ഭാഗ്യത്തിനുമൊക്കെ കാരണമാകും. അടുത്ത നക്ഷത്രം അത്തമാണ്. അത്തത്തിനും ഇത് ഭാഗ്യത്തിൻ്റെ സമയമാണ്. സമൃദ്ധിയുടെയും സന്തോഷത്തിൻ്റെയും സമയമാണ്. ആഗ്രഹങ്ങളൊക്കെ സഫലമാകുന്ന സമയമാണ്. ഈ തിങ്കളാഴ്ച മുതൽ ഇവർക്കൊരു നല്ല കാര്യം നടക്കും. ഓഗസ്റ്റ് മാസത്തോടുകൂടി ഇവരുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കുന്ന സമയമാണ്. ആശകളൊക്കെ നിറവേറുന്ന സമയം. ജീവിതത്തിൽ എത്രമാത്രം കഷ്ടപ്പാടുകൾ ഉണ്ടായിട്ടുണ്ടോ ആ കഷ്ടപ്പാടുകളൊക്കെ പാടെ മാറുകയും ജീവിതത്തിൽ വലിയൊരു അഭിവൃദ്ധി, വലിയൊരു നേട്ടം ഇവർക്ക് വന്നു ചേരുകയും ചെയ്യും. ആശിച്ചതൊക്കെ നേടിയെടുക്കാൻ ഇവർക്ക് കഴിയും. ഒരു വീട് എന്ന സ്വപ്നമൊക്കെ സാക്ഷാത്കരിക്കാൻ കഴിയുന്ന സമയം. സ്വപ്നങ്ങളൊക്കെ പൂവണിയുന്ന സമയം. ഇനി നിങ്ങളുടെ സമയമാണ്. അത്തത്തിൻ്റെ ഏറ്റവും നല്ല സമയത്തിലേക്കാണ് അത്തം നക്ഷത്ര ജാതകർ എത്തിയിരിക്കുന്നത്. ഭാഗ്യാനുഭവങ്ങൾ ഒന്നിനുമേൽ ഒന്നായി നിങ്ങൾക്ക് നടന്നു കിട്ടും. പുതിയ സംരംഭങ്ങൾ ആരംഭിക്കുമ്പോൾ കഷ്ടങ്ങളൊക്കെ മുൻകൂട്ടി കണ്ട് ശ്രദ്ധയോടുകൂടി പോകണം. വിഷമഘട്ടങ്ങളിൽ ഓം നമ ശിവായ എന്ന പഞ്ചാക്ഷരി മന്ത്രമൊക്കെ ചൊല്ലുക. തീർച്ചയായും വലിയ നേട്ടത്തിലേക്ക്, വലിയ ഉയർച്ചയിലേക്ക് നിങ്ങൾ എത്തിച്ചേരുന്നതായി കാണുവാൻ സാധിക്കും. വിശാഖത്തിനും ഇത് ഭാഗ്യത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും സമൃദ്ധിയുടെയും സന്തോഷത്തിൻ്റെയും സമയമാണ്. ധാരാളം ധനം വന്നു ചേരുന്ന സമയം. ആശകളൊക്കെ നിറവേറുന്ന സമയം. ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും മാറി ഒരു വലിയ ഉയർച്ചയിലേക്ക് നിങ്ങളെത്തും. വിദേശ യാത്രയ്ക്കൊക്കെ ശ്രമിക്കുന്നവർക്ക് ചില തടസ്സങ്ങളൊക്കെ നേരിട്ടിട്ടുണ്ട്. ആ തടസ്സങ്ങളൊക്കെ മാറി ഒരുപാട് നേട്ടവും ഭാഗ്യവും ഉയർച്ചയും ഒക്കെ വിശാഖത്തിന് ഇനി വന്നു ചേരുന്ന സമയമാണ്. മുരുകക്ഷേത്രത്തിൽ ദർശനം നടത്തി വഴിപാടുകളൊക്കെ സമർപ്പിച്ച് മുന്നോട്ട് പോവുക. അടുത്ത നക്ഷത്രം പൂരാടമാണ്. ശിവപ്രീതി നടത്തുക. തീർച്ചയായും നിങ്ങൾക്ക് ധനം വന്നു ചേരും. ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും മാറി ഒരുപാട് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും ഉയർച്ചയിലേക്കും പൂരാടം നക്ഷത്ര ജാതകർ എത്തുകയാണ്. ലോകത്തിൻ്റെ ഏത് കോണിലാണെങ്കിലും പൂരാടം നക്ഷത്ര ജാതകർ രക്ഷപ്പെട്ടിരിക്കും. അത്രയധികം നല്ല ഒരു സമയമാണ്. നിങ്ങളുടെ എല്ലാ ദുരിത ദുഃഖങ്ങളും മാറാൻ പോവുകയാണ്. ധാരാളം ധനമൊക്കെ വന്നു ചേരുന്ന സമയമാണ്. സന്താനങ്ങൾക്ക് നേട്ടമൊക്കെ വന്നു ചേരുന്ന സമയം. ബിസിനസ്സിലൊക്കെ വലിയ നേട്ടം വന്നു ചേരുന്ന സമയം. ഏറ്റവും നല്ല, ഏറ്റവും ബെറ്ററായ സമയത്തിലേക്കാണ് ഇവർ കടന്നെത്തിയിരിക്കുന്നത്. അടുത്ത നക്ഷത്രം തിരുവോണമാണ്. ഭാഗ്യാനുഭവങ്ങൾ ഒന്നിനുമേൽ ഒന്നായി വന്നു ചേരുന്നു. ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നടന്നു കിട്ടുന്ന സമയം. നല്ല ഒരു സമയം നിങ്ങളിൽ വന്നു ചേർന്നിരിക്കുന്നു. കഴിഞ്ഞുപോയ കാലഘട്ടത്തിലെ കാര്യങ്ങളൊക്കെ മറന്നേക്കുക. ഇനി നിങ്ങളെ സംബന്ധിച്ച് സമൃദ്ധിയും സന്തോഷവും ഒക്കെ വന്നു ചേരും. കടമൊക്കെ മാറിക്കിട്ടും. നഷ്ടപ്പെട്ടതൊക്കെ നിങ്ങൾക്ക് തിരികെ കിട്ടാനുള്ള ഒരു സമയം തന്നെയാണ്. തിരുവോണ നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് ഭാഗ്യാനുഭവങ്ങൾ ഒന്നിനുമേൽ ഒന്നായി വന്നു ചേരുന്ന സമയം. ജീവിതത്തിലെ എല്ലാ കഷ്ടതകളും അവസാനിച്ച് ഒരുപാട് നേട്ടം, ഒരുപാട് ഭാഗ്യാനുഭവങ്ങൾ, നല്ല നല്ല കാര്യങ്ങൾ ജീവിതത്തിൽ നടക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. സൂര്യഭഗവാനെ രാവിലെ പ്രാർത്ഥിക്കുക. നാരായണനെ ഭജിക്കുന്നത് മൂലം നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ
ദുരിത ദുഃഖങ്ങളും അവസാനിച്ച് രക്ഷപ്പെടാൻ നിങ്ങൾക്ക് സാധ്യമാകും. സൂര്യാസ്തമനത്തിന് ശിവഭഗവാനെ ഭജിക്കുക. അത് നിങ്ങൾക്ക് ഒരുപാട് നേട്ടവും ഭാഗ്യവും ഉയർച്ചയുമൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടുതരും. ഭാഗ്യാനുഭവങ്ങൾ ഒന്നിനുമേൽ ഒന്നായി ഇനി വന്നു ചേരുന്ന സമയമാണ്. അങ്ങനെ നല്ലതുകൾ സംഭവിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.